1 ടേബിൾ സ്പൂൺ, അതായത് 20 ഗ്രാം മാത്രമേ നമ്മൾ ഈ വെണ്ടത്തൈ, തക്കാളിത്തൈ, അതേപോലെ തന്നെ വഴുതന, മുളക്, ഇതിനൊക്കെ നമ്മൾ കുമ്മായം മാസത്തിലൊരിക്കലും ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ തണ്ടിനോട് അടുപ്പിച്ചിട്ട് ഒഴിക്കാൻ പാടില്ല. സൈഡിലിട്ട് കൊടുക്കണം. കേരളത്തിൽ പാലക്കാട് ചില സ്ഥലങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തുള്ള മണ്ണും അമ്ലഗുണം കൂടുതലുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. നമ്മുടെ കേരളത്തിലെ മണ്ണ് ഇത്രയും അമ്ല സ്വഭാവം കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടക്കിടക്ക് കിട്ടുന്ന മഴയാണ് അതിന് കാരണം. അതുകൊണ്ട് നമ്മൾ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ 1 സെന്റ് സ്ഥലത്തിന്റെ ഒരു കണക്ക് എന്താണെന്ന് വെച്ചാൽ 1 മുതൽ 3 കിലോ വരെ നമുക്ക് പറമ്പിൽ നമുക്ക് 1 സെന്റ് സ്ഥലത്ത് നമുക്ക് വിതറി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രോ ബാഗിന്റെ അളവാണ് ഞാൻ പറയുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ, അതായത് 20 ഗ്രാമാണ് ഒരു മണ്ണിൽ നമ്മൾ ചേർത്തിട്ട് കുമ്മായം ട്രീറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അതായത് നമ്മൾ ഇപ്പോൾ ഗ്രോ ബാഗ് ഇപ്പൊ അടുത്ത ആഴ്ചയാണ് നമ്മൾ ചെടികൾ പറിച്ചു നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ആഴ്ച നമ്മൾ കുമ്മായം ചേർത്ത മണ്ണ് ട്രീറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ചെടികൾ നടുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. കുമ്മായവും നമ്മുടെ വളങ്ങളും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ വിചാരിക്കുന്ന ഫലം നമുക്ക് തരില്ല. അപ്പൊ നമ്മള് മണ്ണിന്റെ pH വാല്യൂ നിർണ്ണയിക്കുന്ന സ്കെയിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 500 രൂപയിൽ താഴെ അതിന് വിലയുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിൽ അതിന്റെ ആവശ്യമില്ല. ഓൾറെഡി പഠനങ്ങൾ തെളിയിച്ചത് അമ്ല സ്വഭാവമുള്ള മണ്ണാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ കുമ്മായം മണ്ണിൽ ചേർത്ത് കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ വിളകൾക്കും അത്യാവശ്യം വേണ്ടുന്ന കുമ്മായത്തിൻ്റെ അളവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് നമ്മൾ തെങ്ങിന് ഒരു വർഷത്തിൽ 1 കിലോഗ്രാം കൊടുക്കേണ്ടത്. അതായത് 2 തവണയായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ തെങ്ങിന് വർഷാവർഷം ഇടുന്ന വളങ്ങളൊക്കെ അതിന് വലിച്ചെടുക്കാൻ മണ്ണ് സജ്ജമാവുകയുള്ളൂ. നമ്മൾ ഇപ്പൊ തെങ്ങ് തുറന്നിട്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് കുമ്മായാണ്. അതിനുശേഷം കുറഞ്ഞതൊരു 10 ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റുള്ള വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മുടെ ഈ വാഴയ്ക്ക് നമ്മൾ എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് കുഴിയെടുത്ത് നമ്മൾ വാഴ നടുവല്ലോ, ആ സമയത്ത് തന്നെ അടിവളം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ വാഴ നടുന്നതിന് മുന്നേ ഒരു 10 ദിവസം മുന്നേ നമ്മൾ കുഴിയെടുത്ത് കുഴിയിൽ ഒരു 1/2 കിലോഗ്രാം ഒരുമിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഈ വാഴയുടെ ആ ലൈഫ് സ്പാനിന്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ 2 തവണയിൽ 250 ഗ്രാമായിട്ട് നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ കായ്ഫലം ഉണ്ടാകുവാൻ ഇത് വളരെ പ്രയോജനപ്പെടും. നമ്മൾ എത്ര തന്നെ വളം ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല, കുമ്മായം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ള ഒരു പരുവത്തിലുള്ള മണ്ണാവില്ല. ചെടികൾ നമ്മൾ വിത്ത് പാകിയതിനു ശേഷം പറിച്ച് മാറ്റി നടുവല്ലോ. മാറ്റി നട്ടതിന് ശേഷം നമ്മൾ ആ സമയത്ത് നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലാണല്ലോ നമ്മൾ ചെടികൾ പറിച്ച് നടുന്നത്. അതിനുശേഷം നമ്മൾ 1 മാസത്തിന് ശേഷം നമ്മൾ കുറച്ച് കുമ്മായം വെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇതിൻ്റെ ഗ്രോ ബാഗിൻ്റെ സൈഡിലോട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അതായത് തക്കാളിക്കാണ് ഇത് മെയിനായിട്ടുള്ളൊരു പ്രശ്നം വരുന്നത്. അതായത് തക്കാളി നമ്മൾ ഉണ്ടായി തുടങ്ങുമ്പോൾ അതിൻ്റെ ഇത് കാൽസ്യത്തിൻ്റെ കുറവ് കാരണം അത് ഒരു കറുപ്പ് കളർ അടിക്കുന്നതാണ് തക്കാളിൻ്റെ അടിഭാഗത്ത്. അത് ഈ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അതിനുവേണ്ടി നമ്മൾ ഈ കുമ്മായം ചേർത്ത് കൊടുത്താൽ മതി. കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഡോളോമൈറ്റിൽ മാഗ്നീഷ്യവും കാർബണും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്ര തന്നെ വളം ചേർത്ത് കൊടുത്താലും ചെടികളിൽ ചില സമയത്ത് ഒരു വാടിക്കിടക്കുന്നത് പോലെ തോന്നാം. അതുപോലെ തന്നെ ഇലകളിൽ മഞ്ഞ കളറിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. അത് നമ്മൾക്ക് എത്ര വളം കൊടുത്തു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഇത് വളരാത്ത പ്രശ്നവും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ ഈ കുമ്മായം ചേർത്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടു നോക്കാം. നീറ്റ് കക്ക വാങ്ങിച്ചിട്ട് നമുക്ക് കുമ്മായം തയ്യാറാക്കാവുന്നതാണ്. നീറ്റ് കക്ക ഒരു 10 കിലോഗ്രാം നീറ്റ് കക്ക വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളൊരു 3 ലിറ്റർ വെള്ളം ഏതെങ്കിലും ഒരു മൂലക്ക് നമ്മളത് ചെരിഞ്ഞതിന് ശേഷം അതിലോട്ടേക്ക് 3 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല പൊടിയായിട്ടുള്ള നല്ലൊരു കുമ്മായമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുമ്മായം ഒരിക്കലും ഒരു വളമല്ല, വളം വലിച്ചെടുക്കാൻ ചെടികളെ പ്രാപ്തരാക്കുന്ന ഒരു കാര്യമാണ് കുമ്മായം. മണ്ണിലെ പുളിപ്പ് രസം മാറ്റിയിട്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജനും അലൂമിനിയത്തിന്റെ അളവ് കൂടുതലും അതുപോലെ തന്നെ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അളവ് കുറവുമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മണ്ണിന് ഈ പുളിപ്പ് രസം വരുന്നത്. നമ്മുടെ മണ്ണിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 6.5 മുതൽ 7.5 ഇടയിൽ, അതായത് 6.5 മുതൽ 7.5 വരെ. 7 ആണ് അതിൻ്റെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. അതുപോലെ കുമ്മായം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് മുട്ടത്തോട് പൊടിച്ചിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഗ്രോ ബാഗിൽ എങ്ങനെയാണ് മണ്ണ് നിറയ്ക്കുന്നത് എന്നുള്ള ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന ഒരളവാണ് ഞാൻ പറയുന്നത്. ഗ്രോ ബാഗിൽ പകുതി അളവിൽ നമ്മൾ മണ്ണെടുത്ത് വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ കുമ്മായം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെള്ളവും കൂടി ഇങ്ങനെ തളിച്ചു കൊടുക്കണം. എന്നിട്ട് അത് നമ്മൾ മഴ ഏൽക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുവാൻ പാടുള്ളൂ. അപ്പോൾ ഗ്രോ ബാഗ് നിറക്കുന്ന സമയത്ത് കരിയില ഫസ്റ്റ് ഇട്ട് അതേപോലെ തന്നെ നല്ല പച്ചില ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ മണ്ണും, അതായത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണും ചകിരിച്ചോറ്, ചാണകം, എല്ലുപൊടി, അതായത് വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്തിട്ട് പുതിയ ചെടികൾ വെച്ച് പിടിപ്പിക്കാം. നമ്മുടെ ചെടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കാൽസ്യം കാർബണേറ്റായ ചുണ്ണാമ്പ് കല്ല് പൊടിച്ച് കിട്ടുന്ന കാൽസ്യം കാർബണേറ്റാണ് ചെടികൾക്ക് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ 40% കാൽസ്യം ഉണ്ട്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് രൂപത്തിലുള്ള കുമ്മായവും നമുക്ക് അവൈലബിൾ ആണ്. അതായത് നീറ്റ് കക്ക നീട്ടിയിട്ട് കിട്ടുന്ന ആ ഒരു പൊടി. വാഴയിൽ കാണുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് തിരിമുട്ടിപ്പോവുക എന്നാണ്. അതായത് നമ്മൾ ഈ പുതിയതായി വരുന്ന ഇലകൾ ഇങ്ങനെ നേർത്ത് ചെറുതായി പോവുക. അത് നമ്മൾ ഈ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തെങ്ങിന് നമ്മൾ പുതുതായി വരുന്ന ഓലകളുണ്ടല്ലോ, അത് ഒരു മഞ്ഞളിച്ച് കരിഞ്ഞു പോകുന്നൊരവസ്ഥ, അതിനും കുമ്മായം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രതിവിധിയാണ്. തക്കാളി ചെടികളിലുള്ള ഈ ഇലകളും ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് നമുക്ക് എന്താണ് ഇതിൻ്റെ കാരണം എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ നമുക്ക് കാൽസ്യത്തിൻ്റെ അളവിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ വാഴയ്ക്ക് ഒരു 250 ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ആഴ്ച വളം ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ ഒരു 10 ദിവസത്തിന് ശേഷം വളം ഇട്ട് കൊടുക്കും. മഴയായതുകൊണ്ട് കൊത്തിയടുപ്പിക്കുന്നത് ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റൂല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ചെയ്തോളൂ. തെങ്ങിൻ തടത്തിലും അതുപോലെ തന്നെ അടുത്ത ആഴ്ച വളം ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരു 1/2 കിലോഗ്രാം കുമ്മായം ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാറിയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊത്തി അടുപ്പിക്കുന്നതായിരിക്കും. വഴുതിനയിൽ കായൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിലോട്ടായിട്ട് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ലാബിൽ കൊണ്ടുപോയി മണ്ണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കുമ്മായം മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങളെപ്പോലെ ചെറിയ രീതിയിൽ ഗ്രോ ബാഗിലും ഉള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് തന്നെയാലും കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണോ അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ
നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും എൻ്റെ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ കൂടുതൽ എന്തെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പ്രയോജനപ്രദമായിക്കോട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.